ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശമാണ്. അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ അടുക്ക് ചെല്ലുകയും ഞാൻ എഴുതിയ ഗാനങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് മൂളിക്കേൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ എഴുതിയ ദേവതാരു പൂത്തു എൻ മനസ്സിന് താഴ്വരയില്ലെന്നുള്ള പാട്ട് അതിൻ്റെ കാസറ്റ് അദ്ദേഹത്തിന് ഇട്ട് കേൾപ്പിച്ചു. അത് കേട്ടിട്ട് അദ്ദേഹം വളരെ ശ്രദ്ധയോട് കേട്ടിട്ട് പറഞ്ഞു, ഇത് ഒത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. ഇന്നും ഞാൻ വളരെ ഭക്തി ആദരവോടെ ഓർക്കുന്ന ഒരു നാമമാണ് അദ്ദേഹത്തിൻ്റെ നാമം. അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത് നമ്മുടെ മലയാള ചലച്ചിത്രഗാന ശാഖയ്ക്ക് ഒരിക്കലും വിടവ് നമുക്ക് നിർത്താനൊക്കില്ല. മലയാളി ഉള്ളൊരു കാലം, മലയാള സിനിമ ഉള്ളൊരു കാലം ദേവരായ മാഷ് നമ്മൾ ഓർക്കും. അദ്ദേഹം രചിച്ച, അദ്ദേഹം സൃഷ്ടിച്ച ഗാനങ്ങൾക്ക്, മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് ഒരിക്കലും മരണം കാണുകയില്ല, തീർച്ച. അഷ്ടമുടി കായലിലെ അന്നനട തോണിയിലെ ചിന്ന കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ, ഇഷ്ടമാണോ? അഷ്ടമുടി കായലിലെ അന്നനട തോണിയിലെ ചിന്ന കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ, ഇഷ്ടമാണോ? ഇന്നാണല്ലോ പൂക്കാലം, പൊന്നു പൂക്കാലം. അഷ്ടമുടി കായലിലെ അന്നനട തോണിയിലെ ചിന്ന കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ, ഇഷ്ടമാണോ? ഒന്നാണല്ലോ സംഗീതം, പ്രേമസംഗീതം. അഷ്ടമുടി കായലിലെ അന്നനട തോണിയിലെ ചിന്ന കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടം